നമുക്കിന്നൊരു സ്പെഷ്യൽ സ്ക്വിഡ് റോസ്റ്റ്, കണവ റോസ്റ്റ് റെഡിയാക്കിയാലോ? ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയെന്ന് കാണിച്ചു തരാം. ഇതിൻ്റെ അകത്ത് നമ്മളിതാ മസാലപ്പൊടി എടുത്തിരിക്കുന്ന മഞ്ഞൾ, മുളക് പൊടി, പിന്നെ ഈസ്റ്റേണിൻ്റെ ചിക്കൻ മസാലപ്പൊടി, സവോള അരിഞ്ഞത്, ചെറിയ ഉള്ളി നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുണ്ട്, വെളുത്തുള്ളി, ഇഞ്ചി, സ്വല്പം കാന്താരി മുളക്, പച്ചമുളക്, ചതച്ചു വെച്ച വെളുത്തുള്ളിയും ഇഞ്ചിയും, പിന്നെ നമുക്ക് വേണ്ടത് ഉപ്പ്. അതിനുശേഷം ഞാൻ ഈ എടുത്ത് വെച്ചിരിക്കുന്നത് ഇഞ്ചിയുടെ തണ്ടാണ്. ഇഞ്ചി കിളുത്ത് കൃഷിയുള്ളവർക്ക് ഈ തണ്ടും ഇലയും ഉപയോഗിക്കാം. ഇത് വെന്ത് വന്നതിന് ശേഷം പിശുടായിരിക്കും, നമ്മളത് കളയണം. പക്ഷേ ഏറ്റവും നല്ല ടേസ്റ്റ് തരുന്ന സാധനമാണ് ഇത്. കുരുമുളക് ചതച്ചത്, തക്കാളി അരിഞ്ഞു വെച്ചത്, സ്ക്വിഡ്. ഇത്രയും സാധനങ്ങൾ റെഡിയാക്കി വെച്ചതിന് ശേഷം പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ പെരുംജീരകപ്പൊടിയും ഓയിലും. ഞാൻ ഉപയോഗിക്കുന്നത് സൺഫ്ലവർ ഓയിലാണ്. ഇവിടെ പാൻ വെച്ചതിന് ശേഷം സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് ചൂടാക്കുക. എണ്ണ ചൂടായതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കുക. ഇതൊന്ന് കളർ ചേഞ്ച് ആകുമ്പോഴത്തേക്ക് നമ്മൾ പച്ചമുളക് ഇട്ട് കൊടുക്കണം. അതിന് തൊട്ട് പുറകെ കാന്താരി മുളക്. ഇത് കളർ ചേഞ്ച് ആകുന്ന സമയത്ത് തന്നെ പച്ചമുളകും കാന്താരി മുളകും കൂടി ഇട്ട് കൊടുക്കണം. കാന്താരി പൊട്ടിത്തെറിക്കും, ഇപ്പം സൂക്ഷിക്കണം. ഇന്നത്തെ വിഭവം അടിപൊളിയാണ് കേട്ടോ. ഞാൻ ടേസ്റ്റ് ചെയ്തു, സൂപ്പർ സാധനമാണ്. ഇനിയിപ്പോൾ ഈ ഇഞ്ചിയുടെ ഇല കാറ്റുകളിലൊക്കെ താമസിക്കുന്നവർക്ക് കൃഷി ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് മല്ലിയില ഉപയോഗിക്കാം. അത് പക്ഷേ ഏറ്റവും ലാസ്റ്റാണ് ഇടേണ്ടത് കേട്ടോ. അപ്പോൾ ഇതൊന്ന് ഈ പച്ചമുളകിൻ്റെ കളറൊന്ന് ചേഞ്ച് ആകുമ്പോഴത്തേക്കും നമുക്ക് ബാക്കിയുള്ള ഐറ്റംസ് പുറകെ ഇട്ട് കൊടുക്കണം. കുക്കിംഗ് ഇഷ്ടമുള്ളവർക്ക് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചെയ്തു നോക്കി വീട്ടിലെ എല്ലാവർക്കും ചെയ്തു കൊടുക്കുമ്പം അവർക്കും ഭയങ്കര ഇഷ്ടമാവില്ലേ? അപ്പം ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പം ഞാൻ ചെറിയ ഉള്ളി ഇട്ട് കൊടുത്തു. ഇത് ചെറിയ ഉള്ളിയാണ്. നമുക്ക് സവോള കൂടുതലായിട്ട് ഉപയോഗിക്കണം. ഒരു 2-3 സവോള ഇട്ടാലും നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ അത്രയ്ക്കും മധുരം വേണ്ട എന്നുള്ളവർ സ്വല്പം മുളക് പൊടി കുറച്ച് കൂടുതൽ ചേർത്താൽ മതി, എരിവ് വേണ്ടി വരും. സവോള കൂടുതലിടുമ്പോൾ നമുക്ക് മസാല കൂടുതലായിട്ട് കിട്ടും. മസാല മീൻസ് ഗ്രേവി. അപ്പോൾ ഈ ഉള്ളി കുറച്ചൊന്ന് വാടിക്കഴിയുമ്പോൾ അത് കണ്ട ഉള്ളി വാടുന്നതിന് അത് അങ്ങനെ തന്നെ നമ്മൾ ചെയ്ത് കഴിയുമ്പോഴാണ് ഓരോ കറിക്കും ഓരോ വ്യത്യസ്തത ഉണ്ടാകുന്നത്. അപ്പോൾ ഈ ഉള്ളി ഇതാ ഇത്രയും വാടിക്കഴിയുമ്പോഴത്തേക്ക് നമ്മൾ എന്ത് ചെയ്യണം അറിയോ? ഉപ്പിട്ട് കൊടുക്കണം. ഈ ടൈമിലാണ് നമ്മൾ ഉപ്പിട്ട് കൊടുക്കേണ്ടത്. എന്നാലേ നമുക്ക് അതിൻ്റെ കറക്റ്റ് ഉപ്പ് അറിയാൻ പറ്റുള്ളൂ. വെള്ളം ഇറങ്ങുന്നതും ഒക്കെ കൂടി അതിനോടുകൂടി മിക്സ് ആകണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് നമ്മൾ ഉപ്പിട്ട് കൊടുക്കണം. ഇത് നല്ലതുപോലെ വഴന്നതിന് ശേഷം ബാക്കി നമ്മൾക്ക് മസാല ഇടണം. ഇട്ടിരിക്കുന്നത് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഈസ്റ്റേണിൻ്റെ ചിക്കൻ മസാല ആവശ്യത്തിന്. ഇത് നല്ലപോലെ മിക്സായി കഴിഞ്ഞതിന് ശേഷം നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കണം. തക്കാളി ഒത്തിരി പഴുത്ത തക്കാളിയാണെങ്കിൽ നമ്മൾ അത് ശ്രദ്ധിക്കണം. കാരണം പുളി ഇഷ്ടമുള്ളവർക്ക് തക്കാളി 2 പഴുത്തതിട്ട് കൊടുത്താലും ലാസ്റ്റ് നമുക്ക് സ്വല്പം നാരങ്ങാ നീര് ചേർക്കാം. അല്ലാന്നുണ്ട് നാരങ്ങാ നീര് ഇഷ്ടമില്ലാത്തവർക്കാണെങ്കിൽ തക്കാളി അധികം പഴുക്കാത്തത് 2 ആയിരിക്കും ചേർക്കുന്നത് നല്ലത്. അതും നല്ല ചെറുതായിട്ട് അരിഞ്ഞു വേണം. ഇന്നാൾ ആരാണ്ട് ചോദിക്കുന്നുണ്ടായിരുന്നു, ഇതെന്താ ടീച്ചറോ ഒന്നും. ഇങ്ങനെയൊക്കെ പറഞ്ഞു കൊടുത്താലേ ചിലർക്ക് കുക്ക് ചെയ്യുമ്പം നല്ല അടിപൊളി കറി റെഡിയാവും വീട്ടിൽ. ഞാൻ തിരിച്ച് മറുപടി പറഞ്ഞു, ഞാൻ ടീച്ചറൊന്നും അല്ല സ്കൂളിലെയും കോളേജിലെയും ഒന്നും. പക്ഷേ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ നല്ല രീതിയിൽ പറഞ്ഞു കൊടുത്താൽ
അവർക്ക് മനസ്സിലാവില്ലേ, അതുകൊണ്ടാണ് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത് എന്ന്. അപ്പോൾ ഇഞ്ചി ഇലയാണ്, ഇഞ്ചി ഇലയും തണ്ടും ഇളപ്പൻ ഇലയും കൂടെ കൂടിയിട്ടാണ് ചേർത്തിരിക്കുന്നത്. ഇതിൻ്റെ ടേസ്റ്റ് ഒരു പ്രത്യേക ടേസ്റ്റാണ്, അതുകൊണ്ടാണ് ഇത് ചേർത്തത്. ഈ ഇല നമുക്ക് ചവച്ചതച്ച് തിന്നാൻ പറ്റില്ല. മല്ലിയിലയാണെങ്കിൽ നമുക്ക് ചവച്ചരച്ച് തിന്നാം, പക്ഷെ ഇത് പറ്റില്ല. ഇത് നമുക്ക് ചവച്ച് തുപ്പേണ്ടി വരും. ലാസ്റ്റ് ഞാൻ സ്ക്വിഡിട്ടു. ഇത് കണവയുടെ അകത്തെ കോലും മഷിയും എടുത്ത് മാറ്റി നല്ലപോലെ കഴുകിയെടുത്തിട്ട് തലഭാഗത്തു നിന്നുള്ള നീളമുള്ള നൂലെടുത്ത് മാറ്റി തലയുടെ കണ്ണും ഷെല്ലും എടുത്ത് മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കിയുള്ള നാരുകളും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. പക്ഷേ ഇതിൻ്റെ അകത്ത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വന്നതുകൊണ്ട് കട്ട് ചെയ്താണ് വാങ്ങിച്ചുകൊണ്ട് വന്നത്. അപ്പോൾ ഇതിങ്ങനെ പറ്റുള്ളൂ. ഇതിങ്ങനെ വെന്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു റബ്ബർ പോലെയാവും. അപ്പം നമ്മൾ ഈ മസാലകൾ കൂട്ടിച്ചേർക്കുമ്പം ഇത് കുക്ക് ചെയ്തതിന് ശേഷം ഒരു 5-10 മിനിറ്റ് വെച്ചതിന് ശേഷം വീണ്ടും ഒന്ന് ചൂടാക്കിയിട്ട് എടുക്കുമ്പോഴായിരിക്കും ഇതിൻ്റെ ടേസ്റ്റ് കൂടുതൽ. നമ്മൾ ഇതിനകത്ത് വെള്ളം ചേർത്ത് കൊടുക്കണ്ട, കാരണം സ്ക്വിഡ് കഴുകുമ്പം തന്നെ അതിലുണ്ടാകുന്ന വെള്ളം ഇതിലേക്ക് ഇറങ്ങിക്കോളും. ഇനി നമ്മളിത് മൂടി വെച്ചതിന് ശേഷം നമുക്ക് നോക്കാം എത്ര വെള്ളം ഉണ്ട് എന്നുള്ളത്. അത് വേകാനുള്ള വെള്ളം ഇതിൽ നിന്ന് ഇറങ്ങിയിട്ടില്ലെങ്കിൽ നമുക്ക് ആഡ് ചെയ്യേണ്ടി വരും. ഇതിനിപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം ഉണ്ട്, കാരണം ഇങ്ങനത്തെ പാനാണ് യൂസ് ചെയ്യുന്നെങ്കിൽ ഇത്രയും വെള്ളം മാത്രം മതി. അപ്പം നമ്മൾ വെള്ളം നല്ലതുപോലെ ഇറങ്ങിയിട്ടുണ്ട്. ആ ടൈമിൽ നമ്മൾ ഇടേണ്ടത് പെരുംജീരകപ്പൊടിയാണ്. അതായത് വെന്ത് കുറച്ച് കഴിഞ്ഞതിന് ശേഷം മാത്രമേ പെരുംജീരകപ്പൊടി ഇടാൻ പാടുള്ളൂ. അങ്ങനെയെല്ലാം കൂട്ടി യോജിപ്പിച്ച് ഇളക്കി 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 മടുത്ത് ദാ കണ്ടില്ലേ, നാരങ്ങാനീരും ഞാൻ ഒഴിച്ചു. ഇനി നമുക്ക് അടച്ച് വെച്ച് ഇത് നല്ലതുപോലെ വെന്തെടുത്ത് അതിൻ്റെ വെള്ളമൊക്കെ വറ്റി നമുക്ക് റോസ്റ്റ് പരുവത്തിൽ എടുക്കാം. അപ്പോൾ കുറച്ച് നേരം മൂടിയിരിക്കട്ടെ അല്ലേ. അങ്ങനെ ഇതാ വെള്ളം വറ്റി വറ്റി തുടങ്ങിയിട്ടുണ്ട്. ഞാനിവിടെ ഇതിൻ്റെ ഇടയ്ക്ക് പൂച്ചക്കുഞ്ഞുങ്ങളുമായിട്ട് കടയിലായിരുന്നു. അപ്പോൾ റോസ്റ്റ് റെഡിയായി. ഞാൻ കുറച്ചതാ നമ്മുടെ ബ്രെഡിലേക്ക് മാറ്റിയിട്ടുണ്ട്. ബ്രെഡും കൂട്ടി ഇത് കഴിക്കുമ്പോൾ യമ്മി. ചോറിനോട് കഴിച്ചാലോ അതിലും ടേസ്റ്റ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായോ? ഇഷ്ടമായെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നമുക്ക് പുറത്തേക്കൊന്ന് പോയിട്ട് വരാം. ഇവിടെ മാജിക് മാജിക് മാജിക്. അപ്പോൾ ഇതാ മാജിക്ക് കണ്ടല്ലോ, ഓണത്തുമ്പികളാണ്. ഇവിടെ ഈ പ്രാവശ്യം ഈ വീടിൻ്റെ അടുത്ത് ഓണത്തുമ്പികൾ ഇഷ്ടം പോലെ ഉണ്ടായി. ആരും ശല്യം ചെയ്യാനില്ലാത്തത് കൊണ്ടാണ് അത് പെരുകി. ഇപ്പോൾ ഒരു 10-20 ദിവസമായിട്ട് ഇതിവിടെ തന്നെയുണ്ട്. ഇതിൻ്റെ കൂടെയാണ് എൻ്റെ കളിയും ചിരിയും. എന്ത് ഭംഗിയാണെന്നറിയോ കാണുമ്പോൾ. കുറേ ദിവസമായതുകൊണ്ടാവും ഇവർക്കിപ്പോൾ എന്നെ പേടിയില്ല. ഞാനിവരെ ഒന്നും ചെയ്യില്ല എന്ന് അറിഞ്ഞുകൊണ്ടായിരിക്കും ഇവർ ഞാൻ കൈയും കാലും ഇട്ട് കിടക്കുന്ന സമയത്ത് ഓടി വരും. ഇപ്പം ഞാൻ പുറത്തേക്ക് ഇറങ്ങാൻ നോക്കിയിരിക്കണം, ഇവർ എൻ്റെ അടുത്തേക്ക് വന്ന് ദാ ഇങ്ങനെ പറക്കുന്നളിക പോലെ പറന്ന് 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 ഡാൻസ് കളിക്കുന്നുണ്ട്. ബട്ടർഫ്ലൈ പറക്കുന്നത് പോലെ ഞാനും പറന്ന് കാണിക്കുമ്പം അവരെൻ്റെ കൂടെ തന്നെ വന്ന് നിന്നിട്ട് ഡാൻസ് കളിക്കും. എൻ്റെ കൈ നല്ലതുപോലെ ഇത് കണ്ടോ ഇളക്കി ഇളക്കി കൊടുക്കുമ്പോൾ അവരും വന്നിട്ട് അതേപോലെ തന്നെ. ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ മനസ്സിന് എന്ത് സന്തോഷമായി എന്നറിയാവോ. പ്രകൃതി ഒരുക്കിയ വിഭവമാണ് എനിക്ക്. അങ്ങകലെ ആകാശത്ത് സൂര്യൻ എന്നെ നോക്കി ചിരിക്കുന്നുണ്ട്. കറുത്ത കാർമേഘങ്ങൾ വന്ന് മൂടിയിട്ടും അവിടെ ഇരുന്നുകൊണ്ട് എന്നെ ഒളിഞ്ഞു നോക്കുന്നുണ്ട്. സൂര്യൻ നോക്കുന്നുണ്ടാവും, ഇവളെന്താ ഇവിടെ കിടന്ന് ഡാൻസ് കളിക്കുന്നത്. അപ്പോൾ ഞാൻ പോട്ടെ. വീഡിയോ ഇഷ്ടമായെങ്കിൽ പൂന്തോട്ടത്തിലെ പൂമ്പാറ്റകൾ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ, കമൻറ്റ് ചെയ്തേക്കണേ.
സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. നമ്മുടെ യൂട്യൂബ് ആകുന്ന പൂന്തോട്ടത്തിൽ ഇഷ്ടംപോലെ പൂമ്പാറ്റകൾ പറന്നു നടക്കുന്നുണ്ട്. ഈ വഴിയും ഒന്ന് കണ്ണ് തുറന്നേക്കണേ. ടാറ്റാ, ബൈ ബൈ.